സംസ്ഥാനത്ത് വരുന്ന 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ടുള്ളത്. തീവ്ര മഴ കണക്കിലെടുത്ത വെള്ളി ശനി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, എന്താണ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ്? സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിൽ കാലവർഷം സജീവമാകും, കൂടുതൽ ശക്തമാകും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് യെല്ലോ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നാളെ വിവിധ ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20-ാം തീയതി 2 ജില്ലകളിലാണ് മുന്നറിയിപ്പ്. അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. എന്നാൽ 21-ാം തീയതിയും 22-ാം തീയതിയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. അത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ കൂടുതൽ ശക്തമാകുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശം. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. വയനാടും കാസർഗോഡും യെല്ലോ ജാഗ്രതാ നിർദ്ദേശമാണ്. അതായത് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. ശനിയാഴ്ചയിലേക്ക് എത്തുമ്പോൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശമാണ്. എന്നാൽ അന്ന് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഏതായാലും ഈ വരുന്ന 4 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത. ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ അരുവിക്കര ഡാമിന്റെ തിരുവനന്തപുരത്ത് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉൾപ്പെടെ ഉയർത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കരമന, കിള്ളിയാർ ഉൾപ്പെടെ തീരങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പുലർത്തണം. നേരത്തെ ചെറിയ മഴയിൽ തന്നെ പലയിടങ്ങളിലും വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരം ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് വലിയൊരു പ്രശ്നമായിരുന്നു. ഏതായാലും അതിനൊരു പരിഹാരം കാണാനൊന്നും അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇനി മഴ സജീവമാകുന്ന സാഹചര്യത്തിൽ അത് വലിയ രീതിയിലുള്ളൊരു വെല്ലുവിളിയാകും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്താതിരുന്നത് കൊണ്ട് തന്നെ മഴ സജീവമാകുമ്പോൾ പകർച്ചവ്യാധി വ്യാപനത്തിൽ ഉൾപ്പെടെ വലിയ വർധനമുണ്ടാകാനാണ് സാധ്യത. വിഷ്ണു. യെസ്, വ്യക്തമാണ്. രശ്മിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.